ഇൻഗ്രീഡിയൻസ് കാണുമ്പോൾ മനസ്സിലാവും ഞാൻ എന്താ ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, 1 സെക്കൻഡ്. അറിയാമോ, ഇത് ഫിഷ് വേവിച്ചിട്ട് ഇത് വെച്ചേക്കുന്നത്. കാരണം മനസ്സിലായാലും എന്താ ഉണ്ടാക്കാൻ പോകുന്നത്. പൊട്ടറ്റോ, ബ്രെഡ് ക്രംസ്, ഇത് ഇഞ്ചി വെളുത്തുള്ളി, മീനായതുകൊണ്ടാണ് തോന്നുന്നു വെളുത്തുള്ളി ഇടുന്നത്. ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പിന്നെ ഗരം മസാല, കുരുമുളക്. ഓക്കെ, അത് ബാക്കിയെല്ലാം ഞാൻ കാണിച്ചു തരാമേ. നമ്മൾ കട്ട്ലേറ്റ് എല്ലാം ഇങ്ങനെ പിടിച്ച് ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മുട്ട, ബ്രെഡ് ക്രംസിൻ്റെ അടിയിൽ കുറച്ച് മൈദാമാവ് ഉണ്ട് കേട്ടോ. അത് ഞാൻ നേരത്തെ യൂസ് ചെയ്ത ഫ്രിഡ്ജ് വെച്ചിരുന്നതാണ്, അതുകൊണ്ട് അത് കുഴപ്പമില്ല നമുക്ക്. ഓക്കെ, സോറി. ഓക്കെ, അപ്പം നമുക്കിത് ഓരോന്നോരോന്നായിട്ട് ബ്രെഡ് ക്രംസ് മുക്കിയിട്ട് നമുക്ക് ഈ പാത്രത്തിൽ ആക്കി വയ്ക്കാം. സാധനങ്ങളുണ്ട് ഇത്. പപ്പടം അല്ലേ, വേറെ ഷേപ്പില്ലേ ആക്കി. ഞാൻ ഈ കട്ട്ലേറ്റിൻ്റെ ഇടയ്ക്കൂടെ ഇതൊന്ന് വറുത്ത് കോരി ഇതിനകത്ത് തന്നെ നമുക്ക് കട്ട്ലേറ്റ് വറക്കാൻ പറ്റും. എണ്ണ ഇതിനകത്ത് കുറച്ച് ഇട്ടിട്ടുള്ളൂ. കട്ട്ലേറ്റ് വറക്കാൻ നല്ലതായിട്ട് എണ്ണ വേണം, എങ്കിൽ കിടക്കില്ല. വറുത്തെടുക്കാം കേട്ടോ. ചൂടാവണം, നല്ലതായിട്ട് ചൂടാവണം, അല്ലെന്നുണ്ടെങ്കിൽ ശരിയാവത്തില്ല. ഒന്നും പറഞ്ഞാൽ ഹൈ ഫ്ലെയിം വെച്ചിട്ട് കാര്യമില്ല, കരിഞ്ഞു പോകും. ഇടുകയാണേ. ഫസ്റ്റ് ഒരു 5 എണ്ണ ഇടാം അല്ലേ, അത്ര സ്പേസേ ഉള്ളൂ. ഇട്ട് കഴിഞ്ഞ് ഉടനെ നീക്കരുത്, കാരണം ഉടനെ നീക്കിയാൽ പൊടിഞ്ഞു പോകും. ഒരു 2-3 ഓക്കെ, ഇത് തന്നെയാണ് കിടന്നോളൂ. അപ്പം നമ്മുടെ കട്ട്ലേറ്റ് റെഡിയായി. എങ്ങനെയുണ്ട്, കൊള്ളാമോ? കുറച്ചുകൂടെ ക്രിസ്പി ആവണം തോന്നുന്നു അല്ലേ, അതിൻ്റെ കളർ വേണമെന്ന് തോന്നുന്നു. ഞാനിപ്പോൾ 2 വേറെ ഇട്ടിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും ഫുഡ് കൊടുക്കാൻ ലേറ്റായി ഇന്ന്. ഓക്കെ, അപ്പം നമുക്കിത് കൂട്ടി ചോറ് കഴിക്കാം.